ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ സഹകരണ ബാങ്കിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. കേരള സർക്കാരിൻ്റെ സഹകരണ ബാങ്കിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് അസിസ്റ്റൻ്റ് സെക്രട്ടറി. ഇതിലേക്ക് 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. 2 ചീഫ് അക്കൗണ്ടൻറ്റ്. അതിലേക്ക് 4 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തത് ജനറൽ മാനേജർ. അതിലേക്ക് 1 ഒഴിവാണ് വന്നിരിക്കുന്നത്. നാലാമത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. അതിൽ ഏകദേശം 24 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. അതിലേക്ക് 6 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ആറാമത്തത് ടൈപ്പിസ്റ്റ്. അതിലേക്ക് 2 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ 6 തസ്തികകളിലും കൂടി ഏകദേശം മൊത്തത്തിൽ 38 ഒഴിവുകളാണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം ഓരോ തസ്തികകൾക്കും വ്യത്യാസമുണ്ട്. എങ്കിലും സ്റ്റാർട്ടിങ്ങിൽ 18,000 രൂപ മുതൽ 53,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ അസിസ്റ്റൻ്റ് സെക്രട്ടറി, 2 ചീഫ് അക്കൗണ്ടൻറ്റ്, 3 ഡെപ്യൂട്ടി ജനറൽ മാനേജർ. ഈ 3 തസ്തികയിലേക്കും വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ കെയർ ഡിപ്ലോമയും, അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM, അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM, അതുമില്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSCയോ അല്ലെങ്കിൽ MSCയോ അങ്ങനെയുള്ള കോഴ്സ് പഠിച്ച വ്യക്തിയായിരിക്കണം. അതില്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാലയിൽ അംഗീകരിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ BCom ബിരുദമുള്ളവർക്കും ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സഹകരണ കെയറിൻ്റെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ BCom ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. അവർ 50% മാർക്കിൽ കുറയാതെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ 3 തസ്തികയിലേക്കാണ് ഇതുപോലുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 1 അസിസ്റ്റന്റ് സെക്രട്ടറി, 2 ചീഫ് അക്കൗണ്ടൻറ്റ്, 3 ഡെപ്യൂട്ടി ജനറൽ മാനേജർ. ഈ പറഞ്ഞ 3 തസ്തികയിലേക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് തസ്തികയിലേക്ക് അപേക്ഷിക്കണമോ അതിലേക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതില്ലെങ്കിൽ MCAയോ MSc കമ്പ്യൂട്ടർ സയൻസോ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രിയാണ്. അത് ഡിഗ്രി ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഡേറ്റ എൻട്രി കോഴ്സ് പഠിച്ച വ്യക്തിയായിരിക്കണം. അത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വ്യക്തിയായിരിക്കണം. ആ കോഴ്സ് പഠിച്ച വ്യക്തിക്കും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി 1 വർഷത്തെ ജോലി ചെയ്ത വ്യക്തിയായിരിക്കണം. ഡേറ്റ എൻട്രി ഫീൽഡിൽ
ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 1 ഇയർ അവർ ജോലി ചെയ്തിട്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് ആണ്. അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യത മതി. അതിനോടൊപ്പം തന്നെ ഈ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ടൈപ്പിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെറും 10ാം ക്ലാസ് യോഗ്യതയാണ്, അതിനോടൊപ്പം ടൈപ്പിംഗ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ 2 യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് ഈ ടൈപ്പിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിയുടെ വേക്കൻസി വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ മിക്ക എല്ലാ ജില്ലകളിലും വേക്കൻസി വന്നിട്ടുണ്ട്. അത് എല്ലാ ബാങ്കുകളിലും ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. എറണാകുളത്ത് വന്നിട്ടുണ്ട്, കോട്ടയത്ത് വന്നിട്ടുണ്ട്, തൃശ്ശൂർ വന്നിട്ടുണ്ട്, തൃശ്ശൂർ നെടുപുഴ സർവീസ് സഹകരണ ബാങ്ക്, വയനാട് വന്നിട്ടുണ്ട്, വയനാട് തരിയോട് സർവീസ് സഹകരണ ബാങ്ക്, എറണാകുളത്ത് മട്ടാഞ്ചേരി സഹകരണ സർവീസ് ബാങ്ക്. അങ്ങനെ മിക്ക കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, തൃശ്ശൂർ, കോട്ടയമുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, പത്തനംതിട്ടയുണ്ട്. അങ്ങനെ ഏകദേശം കോഴിക്കോടും വേക്കൻസി വന്നിട്ടുണ്ട്, മലപ്പുറത്തുണ്ട്, പാലക്കാടും വേക്കൻസി വന്നിട്ടുണ്ട്, കണ്ണൂർ, കാസർഗോഡും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മിക്ക ഡിസ്ട്രിക്റ്റിലും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് യോഗ്യതരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, മാക്സിമം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്, മാസത്തിൽ നല്ല ശമ്പളമുണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലും ജോലി വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുക. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിൻ്റെ ഡേറ്റ് അവർ പിന്നെ പറയുന്നതായിരിക്കും. അതിൽ ആ എക്സാം എഴുതിയതിന് ശേഷം അതിലൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി യോഗ്യരായിട്ടുള്ളവരെ അവർ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഇൻ്റർവ്യൂവിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള OBC കാറ്റഗറിക്കുള്ളവർക്ക് 3 വർഷത്തെ ഇളവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറി ആണെങ്കിൽ 150 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. SC/ST വിഭാഗക്കാരാണെങ്കിൽ 50 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ, ഒരാൾക്ക് തന്നെ 2 തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എത്ര തസ്തിക വരുന്നോ ഒരു തസ്തികയ്ക്ക് 50 രൂപ വെച്ച് എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം 150 രൂപ ജനറൽ കാറ്റഗറി OBC കാറ്റഗറി അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഒരാൾക്ക് 2 തസ്തികയിൽ അടയ്ക്കണമെങ്കിൽ 200 രൂപ അവർ ഫീസ് അടയ്ക്കണം. 3 തസ്തികയാണെങ്കിൽ 250 രൂപ. SC/ST വിഭാഗക്കാരാണെങ്കിൽ ഒരെണ്ണത്തിനാണെങ്കിൽ 50 രൂപ, 2 തസ്തികയ്ക്കാണെങ്കിൽ 100 രൂപ, 3 തസ്തികയാണെങ്കിൽ 150 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കേണ്ടത് 2 വഴി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഒന്നാമത്തെ വഴി DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അടയ്ക്കാം. 2 ബാങ്ക് വഴി അടയ്ക്കാം. ബാങ്ക് വഴിയാണെങ്കിൽ ഫെഡറൽ ബാങ്കിലോ സഹകരണ ബാങ്കിൽ, കേരളത്തിലെ ഏത് സഹകരണ ബാങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീസ് ചെല്ലാൻ വഴി അടയ്ക്കാവുന്നതാണ്. അത് അടച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫോമിനോടൊപ്പം ഈ ഫീസ് അടച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു കോപ്പി വെക്കേണ്ടതാണ്. അപ്പോൾ DD വേണമെങ്കിൽ DD അയക്കാം, ബാങ്ക് വഴിയാണെങ്കിൽ അങ്ങനെ അടയ്ക്കാം. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് പുരുഷന്മാർക്കും അപേക്ഷിക്കാം, സ്ത്രീകൾക്കും അപേക്ഷിക്കാം, വികലാംഗരായിട്ടുള്ളവർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ അതിനകത്ത് വെക്കേണ്ട കാര്യങ്ങൾ: 1 നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ്, 2 നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന അത് ജനന സർട്ടിഫിക്കറ്റ്, 3 കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC/ST വിഭാഗക്കാരും OBC കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കുക, ജനറൽ കാറ്റഗറി ആണെങ്കിൽ വെക്കേണ്ട. പിന്നെ വികലാംഗരായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. അപ്പോൾ ഇങ്ങനെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ ബാങ്ക് വഴി അടച്ചാണെങ്കിൽ ചെല്ലാൻ വെക്കുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയോടൊപ്പം വെക്കുക. അപ്പോൾ ഇതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോഴും പോസ്റ്റ് വഴി അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സഹകരണ ബാങ്കിൽ നേരിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും.
ചെയ്യാം. താവൽ മുഖേനയാണെങ്കിൽ അതിനുള്ള അഡ്രസ്സ് പറയാം. പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ഈ അഡ്രസ്സിൽ നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ്. സെക്രട്ടറി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം. പിൻകോഡ് പറയാം 69,501 എന്നീ വിലാസത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഇനി പോസ്റ്റ് വഴി അപേക്ഷിക്കേണ്ട, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഈ ഓഫീസിൽ ചെന്ന് നേരിട്ട് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏത് അനുകൂലമാണോ അത് ചെയ്യാവുന്നതാണ്. മാക്സിമം രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇനി തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുകൊടുത്തോളൂ. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെപ്റ്റംബർ മാസം 29 മുതൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 28 അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഒക്ടോബർ 28 മുമ്പ് തന്നെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതിൻ്റെ വെബ്സൈറ്റിൽ പോകണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാരിൻ്റെ ബാങ്കിൽ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കിത് വളരെ പ്രയോജനകരമായി തീരും. ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിലും തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താഴെ നല്ല നല്ല കമൻസുകൾ ഇടുക നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഇഷ്ടമാകുന്നെങ്കിൽ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ്റിൻ്റെ ജോലികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.